എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നിഖില വിമൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സിന്റെ നെക്ക് ഡിസൈൻ മാത്രം എങ്ങനെയാന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എ ലൈൻ ടോപ്പിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എ ലൈൻ ടോപ്പിൽ ചെയ്യാം. ഇനി അതല്ല ഒരു സ്ലിറ്റഡ് കുർത്തിയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്ലിറ്റഡ് കുർത്തിയിൽ ചെയ്യാം. അപ്പോൾ ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു നെക്ക് പാറ്റേൺ എങ്ങനെയാ ചെയ്യാന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. ഞാനിവിടെ സ്ലിറ്റഡ് കുർത്തിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള അളവ് പ്രകാരം ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാം. ഒന്ന് നമുക്ക് സെൻട്രലിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അവിടെ എക്സ്ട്രാ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സെൻട്രലിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാൽ മതി. ഞാൻ ഐക്കാർഡിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ മെയിൻ ക്ലോത്ത് കട്ടൊന്നും ചെയ്യുന്നില്ല. എക്സ്ട്രാ അതിന്റെ പുറമേക്ക് വേറൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പറിന്റെ വിഡ്ത്ത് ആയിട്ട് 10 ഇഞ്ച് വിഡ്ത്തും ലെങ്ത് ആയിട്ട് 13.5 ഇഞ്ച് ലെങ്ത്തും ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നല്ല ഇറക്കം താഴോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കം കൂട്ടിയെടുത്താൽ മതി. എനിക്ക് അത്രയും ഇറക്കം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇറക്കം കുറച്ചത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കുക കേട്ടോ. ക്യാൻവാസ് പേപ്പറിന് ലെങ്ത് കൂട്ടി കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. രണ്ടാക്കി മടക്കി ഇടുന്ന സമയത്ത് 5 ഇഞ്ച് വിഡ്ത്തും 13.5 ഇഞ്ച് ലെങ്ത്തും ആണ് ഉണ്ടാവുക. എന്നിട്ട് താഴ്ഭാഗം ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമല്ല, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു യു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ കൈ വെച്ച് വരച്ചാൽ മതി. ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ നിവർത്തി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് മതി എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാ വിടുക. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല യു ഷേപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വൈഡ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് വരയ്ക്കാം. നെക്ക് കുറച്ച് വൈഡ് ആയിട്ട് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ വി ഷേപ്പ് വരുന്ന പോലെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3.5 ഇഞ്ച് നെക്കിന് വിഡ്ത്ത് ആയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇപ്പൊ ഞാനൊരു 3.5 ഇഞ്ചാണ് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നെക്ക് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. നെക്കിന്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യും. പിന്നെ ബാക്കി നമുക്കൊരു 6.5 ഇഞ്ചാണ് വരിക. അത് കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ഇറക്കം എടുത്തത്. നിങ്ങൾക്ക് എത്ര എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ആ ഇറക്കം, അത് നിങ്ങൾക്കാണല്ലോ അറിയാം നിങ്ങൾക്ക് എത്ര ഇറക്കം വരെ എടുക്കാൻ പറ്റുന്നു. അപ്പൊ ആ ഇറക്കം എടുക്കാം. സാധാരണ കൊടുക്കുന്നതിൽ നിന്ന് കുറച്ച് ഇറക്കം എടുക്കുമ്പോഴാണ് ആ ഒരു വി ഷേപ്പ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സേഫ്റ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തു. അതേ 3.5 ഇഞ്ച് തന്നെ നമ്മൾ താഴേക്ക് നെക്കിന് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. ആ ബോക്സിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എത്രയാണോ നിങ്ങൾക്ക് ആ റൗണ്ട് ഷേപ്പിന് വൈഡ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്ക് ഒരു 1/4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ താഴേക്ക് ഒരു വി ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ആ വി ഷേപ്പിന് വിഡ്ത്ത് ആയിട്ടാണ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ നേരത്തെ ടോട്ടൽ ലെങ്ത് ആയിട്ട് ഒരു 7 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 7ലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ആംഗിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ്, അതായത് ഒരു വി ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുകയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ വരച്ചെടുക്കുകയാണ്. മുകളിൽ ഇതേപോലെ കുറച്ച് ക്യാൻവാസ് പേപ്പർ നമുക്ക് സെന്റർ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ അടയാളപ്പെടുത്തിയ അളവ് പ്രകാരം കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സെന്റർ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചില്ല, ആ ലൈനിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ അയൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഞാനിവിടെ കോട്ടൺ സിൽക്കിന്റെ ബ്ലാക്ക് ക്ലോത്ത് ആണ് എടുക്കുന്നത്. അതിന്റെ ചീത്ത വശത്തായിട്ട് ഇത് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അയൺ ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻവാസ് പേപ്പറിന്റെ മുകൾ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി 3 ഭാഗത്തും അത്യാവശ്യം ക്ലോത്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം അത് നമുക്ക് ഉള്ളോട്ട് മടക്കി തയ്ക്കാനാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ക്ലോത്തിന്റെ ചീത്ത ഭാഗത്ത് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം നല്ല രീതിയിൽ അയൺ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്കുള്ള ഭാഗം കൂടി നോക്കണം. അവിടെ എവിടെയെങ്കിലും ചുളിവുകൾ ഉണ്ടോന്ന്. കാരണം അത് പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ചുളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എടുത്തു കാണിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാക്കിൽ ക്യാൻവാസ് പേപ്പർ ഉള്ള ഭാഗം നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് പോർഷനും കൂടി നന്നായിട്ടൊന്ന് ചുളിവുകൾ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
മുകളിൽന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ യു ഷേപ്പ് വരുന്ന ഭാഗം എത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൽ ഷേപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അത് പ്രകാരം തന്നെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റിച്ച്, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ സ്റ്റിച്ച് പുറമേക്ക് കാണുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെ മാക്സിമം നീറ്റ് ആയിട്ട് എങ്ങനെയാണോ ആ ക്യാൻവാസ് പേപ്പറിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ അത് പ്രകാരം മാക്സിമം ആ ഷേപ്പ് മിസ്സായി പോവാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഹാൻഡ് വർക്ക് കൊടുത്തെടുക്കാം. ഇനി അതല്ല, ഞാൻ കൊടുക്കുന്നത് പോലെ ലേസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലേസ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ലേസ് ഡീറ്റെയിൽ എങ്കിലും കൊടുത്താൽ ആ ഒരു ഷേപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഞാനിവിടെ 2 ടൈപ്പിലുള്ള ലേസ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഈ ഗോട്ടാപ്പെട്ടി മോഡലിലുള്ള, അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന മോഡലിലുള്ള ലേസ് ഉണ്ട്. പിന്നെ ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ലേസും എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ട്രയാങ്കിൾ മോഡലിലുള്ള ലേസ് നമുക്ക് തംബ്നെയിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇങ്ങനെ ഉള്ളോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഉള്ളോട്ടേക്ക് വരത്തക്ക രീതിയിൽ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വിട്ടിട്ട് ആ ലേസ് ഒന്ന് ഇതേ ഷേപ്പിലൊന്ന് യു ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലേസ് കവർ ചെയ്യുന്ന രീതിയിൽ രണ്ടാമത്തെ ലേസും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. തീർത്തും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇതിന്റെ രണ്ടിന്റെ സെന്ററിലായിട്ട് സ്റ്റോൺ ലേസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, വെറുതെ ഒരു ഭംഗിക്ക്. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിന്റെ അടിയിലായിട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ട്. സാധാരണ വെക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടില്ല. മെയിൻ ക്ലോത്ത് അതിന്റെ അടിയിലായിട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ട്, പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടിന്റെയും സെന്ററായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ വേണം ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസ് പേപ്പർ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ നല്ല ക്ലോത്ത് ഉള്ളിൽ വരത്തക്ക രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. 3ഉം സെന്റർ ടു സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. താഴെ ഇരിക്കുന്നത് നമ്മുടെ നല്ല ക്ലോത്ത് ആണ്. അതിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് വെക്കുക. അതിന്റെ മുകളിലായിട്ട് ക്യാൻവാസ് പേപ്പറിന്റെ നല്ല ഭാഗം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 3ഉം സെന്റർ ടു സെന്റർ വെക്കുക. നല്ല രീതിക്ക് പിൻ കുത്തി കൊടുക്കുക. സെന്റർ കറക്റ്റ് നമ്മുടെ ആ ഒരു യു ഷേപ്പ് ഒക്കെ കറക്റ്റ് സെന്ററിൽ തന്നെയല്ലേ വരുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പിൻ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാൻവാസ് പേപ്പറിലുള്ള നമ്മുടെ നെക്കിന്റെ ഷേപ്പും അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ആ ഒരു യു ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് വരിക, വന്നിട്ട് അവിടെ എൻഡ് ചെയ്ത് അവിടെ സൂചി ഇറക്കി നിർത്തിയിട്ട് അവിടുന്ന് നേരെ താഴേക്ക് വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. നേരെ ഓപ്പോസിറ്റും സെയിം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുക. ആ വി ഷേപ്പ് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ സെന്ററിൽ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളാതെ ആ സെന്ററിൽ ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക. പിന്നെ സൈഡിലൊക്കെ നമ്മൾ ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് കൊടുക്കാതെ ചരിച്ചിട്ട് കട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്ന കട്ടിനേക്കാളും നമ്മൾ ചരിച്ചു കൊടുക്കുന്ന കട്ടാണ് കുറച്ചും കൂടി ഇങ്ങനെ വലിഞ്ഞിട്ടും മറിച്ചെടുക്കുമ്പോൾ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത്. പിന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിന്നൊക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ക്യാൻവാസ് പേപ്പറിനെ നമ്മൾ നല്ല ഭാഗത്തേക്ക് എടുക്കുക. നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. നല്ല ഭാഗത്തേക്ക് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിന്റെ ഷേപ്പ് ഒന്നും കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ റൗണ്ടും വി ഷേപ്പും കൂടി ഒന്നും കൂടി പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലേസ് കൊടുത്ത ഭാഗം കൂടി ഇതിനോട് ചേർത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഹാൻഡ് വർക്ക് ഒക്കെയാണ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫൂട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ലേസ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതേപോലെ ഒന്ന് ആ ഒരു ഷേപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിലെ പീസും കൂടി ചെയ്യുക. ബാക്കി നമ്മൾ നോർമൽ ഡ്രസ്സ് ചെയ്യുന്ന പോലെ, അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാനിവിടെ സ്ലിറ്റഡ് ടോപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. യുവും വിയും വരുന്ന മോഡലിലുള്ള നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ യു ഷേപ്പ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേസും ബീഡ് വർക്കും ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.